ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് പശുക്കളൊക്കെ ഒന്ന് അഴിച്ചു കെട്ടാമെന്ന് വിചാരിച്ചിട്ട് വലിയവളെ അഴിച്ചു കെട്ടിയിട്ടുള്ള നേരത്തുള്ള ലഹളകളാണ് ഈ കാണുന്നത്. എല്ലാവർക്കും വിഷമമായി. അവിടെ പോയപ്പോൾ കരഞ്ഞു കരഞ്ഞ് നിൽക്കുക. പോയാ വലിയവളെ കാണാല്ലേ? കണ്ണാ എന്തേ അമ്മ പോയാ? കണ്ണപ്പാ നല്ല മഴയായിരുന്നു ഇത്ര ദിവസം. അപ്പോൾ ഇന്നൊരു മഴ കുറവ് കണ്ട് ചെറുതായിട്ടൊരു വെയിൽ നാളം കണ്ടപ്പോൾ പശുക്കളെ ഒന്ന് അഴിച്ചു കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞാറ്റ പ്രസവിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേ തൊട്ട് നമ്മൾ മുകളിൽ കയറ്റി കെട്ടണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പറ്റിയില്ല, എത്ര ദിവസത്തെ മഴ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്ന് വലിയോളെ എന്തായാലും അഴിച്ചു കെട്ടണമായിരുന്നു. കാരണം വലിയോള് ഗർഭിണിയാണെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കുത്തിവെച്ചിട്ട് 40 ദിവസമായി. ഇപ്പം എന്തായാലും ഗർഭിണിയാവും. മതി കാണിച്ചിട്ടില്ലല്ലോ. 18ാമത്തെ ദിവസവും 18ാമത്തെ ദിവസം കണ്ടില്ലെങ്കിൽ 36ാമത്തെ ദിവസവും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മതി കാണിക്കണ്ടോ എന്നാണ് നമ്മൾ നോക്കാറ്. പക്ഷേ ആ ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത കാരണം വിചാരിച്ചു ഗർഭിണിയാവുമെന്ന്. പക്ഷെ എന്നാൽ നല്ല മതി കാണിച്ചു. അപ്പോൾ ഇന്ന് കുത്തിവെക്കാനായിട്ട് വരുമ്പോൾ തൊഴുത്തിൽ വെച്ച് പറ്റില്ലേ, നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കുത്തിവെക്കുന്നത്. അപ്പം അതിന് വേണ്ടി അഴിച്ചു വെപ്പം എന്തായാലും കുഞ്ഞാറ്റേൻ്റെ മുകളിലത്തെ തൊഴുത്തിൽ കെട്ടി ചക്കരേനെ താഴത്തേക്ക് ഇറക്കാമെന്ന് വിചാരിച്ചു. ചക്കര 4 മാസം ഗർഭിണിയാണ്. അഴിച്ച് കെട്ടാറില്ല. നമ്മൾ ഗർഭിണിയായിട്ടുള്ള പശുക്കളെയാണ് താഴത്തെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടുക. മുകളിലുള്ളവരൊക്കെ കറവയുള്ള പശുക്കളെയാണ് കെട്ടുന്നത്. അപ്പോൾ കുട്ടികളെ രണ്ടുപേരെയും ചക്കരേനെയായിട്ട് താഴത്തെ തൊഴുത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇന്നൊന്ന് അഴിച്ചു. അപ്പോൾ വലിയവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും അങ്ങനെയാണല്ലോ, എന്ന് ഈ കെട്ടിയോടത്ത് തന്നെ നിൽക്കുന്ന അഴിച്ചു കെട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഈ ഓടുമ്പോൾ ഒക്കെ ചേട്ടൻ്റെ കാലുവേദന ഉള്ളത് കൊണ്ട് തന്നെ പിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അതും കൂടിയൊക്കെ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അഴിച്ചിടാനായിട്ട് മടി കാണിക്കണത്. ഇപ്പോൾ അതേ അഴിച്ചിട്ടപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ പോയി പുല്ലൊക്കെ തിന്നാനും ഒക്കെ വലിയവൾക്ക് ഇഷ്ടമാണ്. വലിയവൾ പ്രസവിച്ചിട്ടിപ്പോൾ 6 മാസം കഴിഞ്ഞ നവംബറിൽ പ്രസവിച്ചതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് കുത്തിവെക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞോണം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഒരു പ്രാവശ്യമാണ് നമ്മൾ കുത്തിവെച്ചിട്ടുള്ളൂ. കുഞ്ഞോള് 3 മാസം ഗർഭിണിയാണ്. ദേവുട്ടി 2 മാസം, ചക്കര 4 മാസം. കിങ്ങിണി മോളെ കുത്തിവെച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ വലിയോളെ കുത്തിവെച്ചിട്ട് ഗർഭിണിയാവുമെന്ന് വിചാരിച്ചിട്ട് ആയില്ലേ. ബാക്കിയുള്ളവരൊന്നും നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അത് ഓക്കെ ആവും തന്നെ നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ വലിയോളെ നോക്കാം. 1 മാസം കൂടി കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് നമ്മൾ ഗർഭിണിയല്ലാന്ന് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ നിറച്ച് പുല്ലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ചെറിയ വീതിയില്ലാത്ത റോഡൊക്കെയാണ്. അവിടെ കൊണ്ടു നിർത്തി നമ്മൾ വല്ലപ്പോഴും കഴിക്കണം പശുക്കളെയും കൊണ്ടുപോയി തീറ്റാൻ നിന്ന കുട്ടികളാ ആൾക്കാരൊക്കെ വരുമ്പോൾ കുത്താനൊക്കെ ചെന്നാലും നമ്മളെങ്ങനെ പിടിച്ചാലും അവർക്ക് അതൊരു ശീലമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊന്നും തീറ്റാറില്ല. ഇതിപ്പോൾ ഒരു പറമ്പാണ്, അവിടെ തീറ്റിക്കോളാൻ അവർ പറഞ്ഞപ്പോൾ അഴിച്ചിട്ട് കൊണ്ടുവന്നതാണ്. നല്ല പാല് കെട്ടിയ പശുവാണ് കേട്ടോ വലിയവൾക്ക്. കഴിഞ്ഞ പ്രസവത്തിനും ഈ പ്രസവത്തിനൊക്കെ 15 ലിറ്റർ പാൽ നമുക്ക് രാവിലെയും ഒരു 9 ലിറ്ററോളം പാല് ഉച്ച തിരിഞ്ഞും കിട്ടും. നല്ല പാല് കിട്ടുന്ന പശുവാണ്. ഗീർ ക്രോസ് പശു ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള പാലുമാണ്. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും നമുക്കൊരു ഗീർ പശുക്കുട്ടീനെ കിട്ടണമെന്നുണ്ട്. 2 പ്രസവത്തിലെയും ആൺകുട്ടികളായിരുന്നു, സുൽത്താനും കണ്ണനും. അപ്പോൾ ഇനി അപ്പോൾ ഗീർ സമൻ തന്നെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെക്കുന്ന ആൾ പറഞ്ഞു നമുക്ക് HF വെച്ച് നോക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എത്ര കുത്തിവെച്ചിട്ടായാലും നമുക്കൊരു ഗീർ പശുക്കുട്ടീനെ കിട്ടണമെന്നൊരാഗ്രഹമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കര ചാണകത്തിലൊക്കെ കിടന്ന് നമ്മളെപ്പോഴും ഇപ്പോൾ ഉച്ചയ്ക്ക് ചക്കരനെ കറക്കില്ല. അത് കാരണം ഒന്നും കുളിപ്പിച്ചൊന്നുമില്ല. ഈ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിലോ ഈച്ചയുടെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ കുളിപ്പിച്ച് നനഞ്ഞ് കഴിയുമ്പോൾ കുറേ ഈച്ചകൾ വരും. അത് കാരണം ചക്കരനൊന്നും കുളിപ്പിച്ചിട്ടൊന്നുമില്ല. കാലത്ത് കുളിപ്പിച്ചു, ഉച്ചയ്ക്ക് കുളിപ്പിച്ചില്ല. കാരണം ചാണകമൊക്കെ ഉണ്ട് മേല്. ചക്കരയ്ക്ക് അത് ഭയങ്കര സന്തോഷമായി ഒന്ന് ചാടി ഓടാൻ വേണ്ടിയിട്ട്.
ചക്കരയുടെ ആദ്യത്തെ പ്രസവം കഴിഞ്ഞു. ആ കുട്ടി ചത്തുപോയി. ഒരു 4 മാസമൊക്കെ ഉള്ളപ്പോൾ മുട്ടിലൊക്കെ നീര് വന്നിട്ട് അങ്ങനെ ഒരു മുരിക്കുട്ടനായിരുന്നു, ചത്തുപോയി. ഇപ്പോൾ കുറേ നാൾ പിടിച്ച് പിന്നെ ഗർഭിണി ആവണില്ല. അവളുടെ ഗർഭപാത്രമൊക്കെ ഒന്ന് കഴുകി എന്നിട്ട് കുത്തിവെച്ചപ്പോഴാണ് ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നത്. 4 മാസമായിട്ടുണ്ട്. ചക്കരയുടെ അമ്മ 6 പ്രസവം കഴിഞ്ഞിട്ടാണ് നമ്മൾ അമലിന് കൊടുത്തത്. സുന്ദരി എന്നാണ് അവളുടെ പേര്. അങ്ങനെ നല്ല പാലാണ്. അവർക്ക് പാല് അത്ര അധികം ഇല്ല, ഒരു 8 ലിറ്റർ പാൽ എന്നാലും കിട്ടിയിട്ട് ആദ്യത്തെ പ്രസവത്തിൽ. ആ പാലിൻ്റെ കുറേ പാല് കിട്ടുക നല്ലതല്ല, പക്ഷേ നല്ല മഞ്ഞ കളറ് പാലാണ്, നല്ല നെയ്യൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ചക്കരേനെ കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ തോന്നും അത്രയും നല്ല പാല് നമ്മുടെ മറ്റ് HF പശുക്കളെ അപേക്ഷിച്ച് ജേഴ്സി പശുവായിട്ടുള്ള ചക്കരയുടെ പാല് നല്ലതാണ്. നമ്മൾ വീടുകളിൽ പാല് കൊടുക്കുമ്പോൾ എല്ലാവരും ആ കട്ടിയും ആ കൊഴുപ്പൊക്കെയാണ് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചക്കരേനെ നിർത്തണം എന്നുണ്ട്. അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. ആരെങ്കിലുമൊക്കെ കൊടുക്കാതെ നമുക്ക് പറ്റൂല. എന്തായാലും പ്രസവിക്കട്ടെ എന്നിട്ട് കൊടുക്കുള്ളൂ. സുന്ദരി മോൾ എന്നെ കൊടുത്തിട്ട് നല്ല വിഷമമായി. ഇപ്പോഴും അവളവിടെ അഡ്ജസ്റ്റ് ആയിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം. പ്രസവിച്ചൊരു കുഞ്ഞിനെയും കൊണ്ടുപോകുമ്പോൾ അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളിവിടെ എത്രയും ശ്രദ്ധിച്ച് നോക്കുന്ന പോലെ മറ്റുള്ളവർ നോക്കാതെ അല്ല, എന്നാലും അവർക്ക് ചിലപ്പോൾ അത് എന്താവോ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് സെറ്റ് ആവണില്ല. അത് കേൾക്കുമ്പോൾ ഒരു വിഷമാണ്. അപ്പോൾ കുഞ്ഞാറ്റേനെ അഴിച്ചു. കുഞ്ഞ് കൂടിയില്ലാത്തതിൻ്റെ ഒരു ടെൻഷനിലാണ്. അങ്ങനെ അവരെ തൊഴുത്തിലത്തെ മാറ്റം ഒക്കെ എങ്ങനെയാണ്. കുഞ്ഞാറ്റനെ മുകളിലേക്ക് കെട്ടി, ചക്കര നടുക്കിലും, ഇപ്പുറത്ത് നമ്മുടെ അമ്മുക്കുട്ടി, അപ്പുറത്ത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ്, അവരൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് ഇത്തിരി വലുതായല്ലോ. അപ്പം ഇനിയിപ്പോൾ അവരൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മമാരുടെ കൂടെ ആ ഫ്രണ്ടിൽ നിന്ന് മാറ്റിൽ നിന്ന് തിന്നലും കുടിക്കലൊക്കെ അവിടെ നിന്നിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ നല്ല വലിപ്പമൊക്കെ വെച്ചു. ഇനിയിപ്പോൾ അവർ അവിടെ നിൽക്കട്ടെ. ഈ ഫ്രണ്ടിലത്തെ ഭാഗത്ത് കെട്ടിക്കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. എപ്പോഴും അവിടെ ചാണകവും ഒക്കെ ആയിട്ട് ഏത് നേരം അടിച്ച് കഴുകി നിൽക്കണം. ഇപ്പോൾ അവിടേക്ക് കെട്ടുകയാണെങ്കിൽ കുറച്ചൊരു സമാധാനമുണ്ട്. വൈക്കോലൊക്കെ ഈ പശുക്കൾ, വലിയ പശുക്കൾ തിന്നണത് താഴത്തേക്ക് പോയി ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇവരവിടെ മൂത്രമൊഴിച്ചും ചാണകം ഇട്ടോ വൈക്കോലൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പോൾ അവരൊന്ന് അഴിച്ച് കെട്ടി കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസമായി. വൈക്കോല് കുറേ വെറുതെ വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഇനി അതിനൊരു സമാധാനമായി എന്ന് വിചാരിക്കണു. ഇപ്പോൾ കറക്കണമെങ്കിൽ അടുത്ത് കൊണ്ടുവന്ന് കെട്ടേണ്ടി വരുമെന്ന് അറിയില്ല. നാളെ കാലത്ത് കറക്കുമ്പോഴാണ് അറിയുള്ളൂ. അമ്മമാർ വൈക്കോലിട്ട് കൊടുത്തിട്ട് ചുരത്തുന്നുള്ള ഒരു വിചാരത്തിലാണ് ഇങ്ങനെ കൊണ്ട് കെട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഫ്രണ്ടിൽ കറക്കണ നേരത്ത് കൊണ്ട് കെട്ടേണ്ടി വരും. വലിയോള് തീരെ സമ്മതിക്കില്ല. അത് കാരണം കണ്ണനെ മാത്രം മാറ്റി കെട്ടിയിട്ടില്ല. കണ്ണൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിലൊരു പെൺമയിൽ വന്നു. അപ്പോൾ മാങ്ങ മഴക്കാലത്തുണ്ടായിട്ടുള്ള മാങ്ങ താഴ്ത്ത് വീണിട്ട് അത് കുത്തി തിന്ന് നിൽക്കുമ്പോഴാണ് മയിലിനെ കണ്ടത്. പക്ഷേ എല്ലാവരും അടുത്തുള്ളവരൊക്കെ വീഡിയോ പിടിക്കാനായിട്ട് മൊബൈലും കൊണ്ടുവന്നതോടുകൂടി മയിൽ പെട്ടെന്ന് തന്നെ പറന്നുപോയി. നല്ല സന്തോഷം തോന്നി. മയിലിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ. നല്ല ഇഷ്ടമായി അതിനെ കണ്ടപ്പോൾ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.